രാജ്യമാകെ കർണാടകയിലെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശ്രദ്ധിക്കുകയാണ്. നിരവധി മൃതദേഹങ്ങൾ നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് കുഴിച്ചിട്ടെന്ന മുൻ ക്ഷേത്ര ജീവനക്കാരന്റെ തുറന്നു പറച്ചിൽ സത്യമാണോ? എന്തെങ്കിലും തെളിവുകൾ പോലീസിന് ലഭിക്കുമോ? വർഷങ്ങൾക്കിപ്പുറവും മണ്ണ് കുഴിച്ചുള്ള പരിശോധനകൾ ഫലം കാണുമോ? കർണാടക ധർമ്മസ്ഥലയിലെ ആദ്യഘട്ട പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനായില്ല. മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞ 13ഇടങ്ങളിലെ ഒന്നാമത്തെ പോയിന്റിലാണ് മണ്ണ് കുഴിച്ച് പരിശോധന നടത്തിയത്. വെള്ളക്കെട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. പല തിരോധാന കേസുകളും ധർമ്മസ്ഥല വെളിപ്പെടുത്തലിന് പിന്നാലെ സജീവമായതോടെ അന്വേഷണം തുടർന്നേ മതിയാകൂ. ധർമ്മസ്ഥലയിലെ നേത്രാവതി പുഴയുടെ സ്നാനഘട്ടത്തിന് സമീപത്തുള്ള 13 സ്ഥലങ്ങളിൽ നിരവധി മൃതദേഹങ്ങൾ സംസ്കരിച്ചെന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളി പോലീസിനോട് പറഞ്ഞത്. മുൻ ജീവനക്കാരനെ മംഗലാപുരത്തെ PWD IBയിലെത്തിച്ച് കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മൊഴികളിൽ പലതും വിശ്വാസയോഗ്യമെന്ന് വിലയിരുത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നു തന്നെ പരിശോധന തുടങ്ങിയത്. മാർക്ക് ചെയ്തയിടങ്ങളിലെ ഒന്നാമത്തെ പോയിന്റിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ അന്വേഷണ സംഘമെത്തി. 6 തൊഴിലാളികളെ ഉപയോഗിച്ച് 3 അടിത്താഴ്ചയിൽ ആദ്യം കുഴിയെടുത്തു. നേത്രാവതി പുഴയുടെ സമീപത്തായതുകൊണ്ട് തന്നെ കുഴിയെടുത്തു തുടങ്ങിയപ്പോൾ തന്നെ വെള്ളക്കെട്ടുണ്ടായി. ഇതുകൂടാതെ കുഴിയെടുക്കുന്നതിനിടെ ഇടവിട്ട് മഴയും പെയ്തു. എങ്കിലും ഒന്നാം പോയിന്റിലെ സമീപ പ്രദേശങ്ങളിലും ആഴത്തിൽ കുഴിയെടുത്ത് പരിശോധനകൾ നടത്തി. നിരാശയായിരുന്നു ഫലം. മണിക്കൂർ നീണ്ട തിരച്ചിൽ വൈകിട്ട് 6 മണിയോടെ അവസാനിപ്പിച്ചു. ആദ്യ ദിവസം തന്നെ നിരാശയായിരുന്നു ഫലമെങ്കിലും മാർക്ക് ചെയ്ത 13 ഇടങ്ങളും പരിശോധിക്കാൻ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നാളെ 2ാം പോയിന്റിൽ പരിശോധന നടത്തും. ഇവിടെയും വെള്ളം കയറാനുള്ള സാധ്യത തെരച്ചിൽ സംഘം തള്ളിക്കളയുന്നില്ല. ഇന്നത്തെ അനുഭവം അതായിരുന്നു. പ്രതികൂല സാഹചര്യമാണെങ്കിൽ നാളെ സംസ്ഥാന പാതയോട് ചേർന്നുള്ള പോയിന്റുകളിലേക്ക് തെരച്ചിൽ മാറ്റും. വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിലെ പരിശോധന പിന്നീടത്തേക്ക് മാറ്റും. ന്യൂസ് മലയാളം, മംഗലാപുരം.